Guys, it's me Suhan and welcome to my channel Suhan Vlogger. അപ്പോൾ എന്തൊക്കെയുണ്ടോ ചാമരെ സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ടെക് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് ഇരുന്നുകൊണ്ട് സംസാരിക്കാമല്ലേ? ഇരുന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. എല്ലായ്പ്പോഴും നിന്നിട്ട് എനിക്ക് കാല് തന്നെ എടുത്ത് സീനായിട്ടിരിക്കണം. വാവ്, ഇത് കിടിലൻ ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ലോഗോ ഉണ്ടാക്കാനാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് ലോഗോ ഉണ്ടാക്കി നിങ്ങൾ കഴിഞ്ഞല്ലേ? അപ്പോൾ മനസ്സിലാകാതെ വിശ്വസിക്കണം. അപ്പോൾ ലോഗോ ഇടാനായിട്ട് വീഡിയോയിൽ മാത്രമല്ലല്ലോ, ഇൻട്രോയിലും ഇടാനല്ല. അപ്പം ആ ലോഗോ ഇടാൻ വേണ്ടി ഒരു ഇൻട്രോ, ഹൗ ടു മേക്ക് എ ഇൻട്രോ, അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫുള്ള് മലയാളത്തിൽ എങ്ങനെ ഇൻട്രോ ഉണ്ടാക്കാം. കുറേ പറ്റിയിട്ടുണ്ട്, എന്നാലും ചെയ്യാനാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു 10 മിനിറ്റ് കൊള്ളിക്കാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻട്രോ ഉണ്ടാക്കുന്നതിലേക്ക് പോയേക്കാം. അയ്യോ പോലെ അതെ, ഞാൻ സ്ക്രീൻ റെക്കോർഡറിലാണ് കാണിക്കണം, അല്ലാതെ ക്യാമറ വെച്ചിട്ടൊന്നുമല്ല. അത്രയ്ക്ക് സെറ്റപ്പ് നമ്മളായിട്ടില്ല. ഓക്കെ, ഒരു ഫോണിലാണ് എടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും പോവാം ഇപ്പം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി പോയി ഇൻട്രോ ഉണ്ടാക്കണേണ്. അപ്പോൾ നമുക്ക് ഞാൻ ലിങ്കൊന്നും കൊടുക്കുന്നില്ല. ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ എല്ലാം തുടങ്ങാം. യൂട്യൂബിൽ പോവുക. ഫസ്റ്റ് ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടുള്ള ഇൻട്രോ ആണ് ഞാൻ ഉണ്ടാക്കണം. നമ്മൾ ഹൈ ടെക് ഇൻട്രോ വിത്തൗട്ട് ടെക്സ്റ്റ് ഇതാണ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ വരും. ഞാൻ ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണ്. ഫസ്റ്റ് തന്നെ കിടക്കുന്ന ഈ സാധനം. ഈ വീഡിയോ ഒന്ന് കണ്ടോ നിങ്ങൾ? സോറി ഫോർ ദ ലാഗ്. കണ്ടോ? അപ്പോൾ ഇത്ര ഉള്ള ഈ ഇൻട്രോ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഡൗൺലോഡിങ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും വേണം. ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വീഡിയോ എഡിറ്ററാണ്. വീഡിയോ എഡിറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരിതാണ്, ഫയറിൻ്റെ ഇതാണ്. ഫയർ ഇൻഡു വിത്തൗട്ട് ടെക്സ്റ്റ്. ഇങ്ങനത്തെ കുറേ ഫയർസ് വരും. നമുക്ക് ആവശ്യമുള്ള ഫയർ അതിലെടുക്കുക. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ തപ്പി നോക്കി, നമുക്ക് ഉദ്ദേശിച്ച വിധത്തിലുള്ള കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ നിന്ന് എടുത്ത ഇതാണ് എടുക്കാൻ പോകുന്നത്. കാണിച്ചു തരാം നിങ്ങൾക്ക്. സംശയം വേണ്ടതാ ഈ വീഡിയോ. ഹൗ ടു മേക്ക് ഫയർ ഇൻട്രോ ലൈക്ക് ഗുരുജി. ഈ ഫയറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ ലാസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഫുൾ പാക്ക് എന്നും പറഞ്ഞ്. അതിൽ നിൽക്കിയാൽ മതി, നിങ്ങളുടെ ഫയർ ഡൗൺലോഡ് ആയിക്കോളും. പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ നോക്കുക ഗൈസ്. അപ്പോൾ എല്ലാം നമ്മുടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിക്സൽ ലാബിലോട്ട് നമുക്ക് പോവാം. പിക്സൽ ലാബ്. ഓക്കെ, ഓപ്പൺ പിക്സൽ ലാബ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നെയിം ഇതിനകത്ത് അടിച്ചു കൊടുക്കുക. ഞാൻ യുവർ നെയിം എന്നാണ് അടിക്കണത്. യുവർ നെയിം അടിക്കുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് ഫോണ്ടൊന്ന് ജസ്റ്റ് മാറ്റാം. സൈസ് കുറച്ച് കൂട്ടാം നമുക്ക്. ഇതിൻ്റെ സൈസ് ഇത്രയാക്കാം. ഇനി നമുക്ക് ഫോണ്ട് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം. ഞാനിപ്പോൾ പബ്ജിയുടെ ഫോണ്ടാണ് എടുക്കണത്. അത് നിങ്ങൾ നൈസായിട്ട് പബ്ജിയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി, പബ്ജി ഫോണ്ട്. അപ്പോൾ വരും. ഞാൻ പേഴ്സണലി ഈ ഫോണ്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ടാണ്. നമുക്ക് 3D ടെക്സ്റ്റ് ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ 3D ടെക്സ്റ്റ് ചെറുതായിട്ടാക്കണേ, ഡെപ്ത് ഇച്ചിരി കുറച്ച് ആക്കണേ, അല്ലെങ്കിൽ വൃത്തികേടായിട്ടിരിക്കും. ഇനി നമുക്ക് കളറിലോട്ട് പോകാം. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഈ കളറാണ് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കിന്ന് വേറൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഇത് ഇച്ചിരി കാണാൻ ഒരു നല്ല ലുക്കായിരിക്കും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണുന്നത്.
ഫസ്റ്റത്തെ അക്ഷരം യുവർ നെയിം ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ അക്ഷരം ഒഴിച്ചിട്ട് എല്ലാ ബാക്കിയുള്ള അക്ഷരം എഴുതണം. എന്നിട്ട് വേറൊരു ഫസ്റ്റത്തെ അക്ഷരം ഒരെണ്ണോട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഫോണും കാര്യങ്ങളെല്ലാം അതേപോലെ ആക്കിയാൽ നല്ല രസമായിരിക്കും. അത് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് സേവ് ഇമേജ് അൾട്ര JPG മാറ്റിയിട്ട് PNG ആക്കിയിട്ട് സേവ് ചെയ്യാലോ വയ്ക്കിയാൽ മതി. നമ്മളപ്പോൾ അടുത്തെത്തിയിരിക്കുന്നത് കൈൻമാസ്റ്ററിലാണ്. കൈൻമാസ്റ്ററിൽ ന്യൂ പ്രോജക്റ്റിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എടുത്ത ഡൗൺലോഡ് ചെയ്ത ഫസ്റ്റത്തെ വന്ന് നമുക്കൊന്ന് കയറ്റി നോക്കാം. ഇതാണ് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് എടുത്ത് പോയി നമുക്കൊരു കാര്യം ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മറ്റേ ഫയറിൻ്റെ അത് ഈ ഭാഗത്താണ് ടെക്സ്റ്റ് ഫയർ വേണ്ടാത്തവരടിക്കണം. ടെംപ്ലേറ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യണ ഈ സാധനം കാണാൻ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഫയറിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, ആ ഡൗൺലോഡ് എടുത്ത് വെച്ചേക്കാം. ഇതാണ് മറ്റേ ഫയറിൻ്റെ വീഡിയോ. ഈ ഫയറിൻ്റെ വീഡിയോ ലെയറിലാണ് ചെയ്യേണ്ടത്. ലെയറിൽ പോവുക, മീഡിയ ഡൗൺലോഡ്. ഇത് തന്നെ. കുറച്ച് മതി കേട്ടോ. ഇങ്ങനെ വന്നുണ്ട് കണ്ടോ. അപ്പം ഈ സാധനം ഇച്ചിരിയും കൂടി വേണമെന്നാണ്. ഇത്രയും വേണം. അത്രയും മതിയാവും ഏകദേശം ഒക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഫയർ വന്ന് അത് ഫയർ പോണതിന് മുമ്പ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഞാൻ യുവർ നെയിം എന്നല്ല എടുത്ത സോറി ആ യുവർ നെയിം എന്നെടുത്ത ആ സാധനമാണ് നമുക്കതിലോട്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. യുവർ നെയിം സാധനത്തിൻ്റെ പുറകിലാണ് കേട്ടോ വേണ്ടത്. ഇച്ചിരി പോകുമ്പം മതി. ഇങ്ങനെ വന്ന പോലെ തോന്നണം. ഇത് തന്നെ. ഇതിൻ്റെ പുറകിലായിരിക്കണം. പുറകിലാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഈ സാധനം പോയിട്ട് സെൻഡ് ടു ബാക്ക് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ടാവും. അത് നമുക്ക് ഇന്നൊന്ന് കണ്ടു നോക്കാം. ലാസ്റ്റാണ് അത് തന്നെ. അപ്പോൾ സെൻഡ് ടു ബാക്ക് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്യൂപ്ലിക്കേറ്റ് മോഡാക്കിയിട്ടാണ് അത് വേണ്ട. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതേപോലെ ആവണം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വല്ല ലോഗോ കൊടുക്കണമെങ്കിലോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു ഫയർ സ്പാർക്ക് എഫക്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. ചെറിയൊരു ആവശ്യമാണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ലെയറിൽ പോയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇന്നലെ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇതാണത്. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒപ്പാസിറ്റി ബേസിക്കലി കുറയും. അപ്പോൾ നമുക്ക് ഇതിലെ ഒപ്പാസിറ്റി പോയിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറക്കാം. ഇങ്ങനെ കിട്ടിയാൽ മതി നമുക്ക്. എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ച് കണ്ടോ, ചെറിയൊരു സ്പാർക്ക് വന്നാൽ അത് വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒപ്പാസിറ്റി ഫുള്ള് കുറച്ച് വെച്ചേക്കണായിരുന്നു കൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അത് റെഡിയാണ്. അതിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കുറച്ച് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വന്ന് കഴിഞ്ഞിട്ട് ചില എഫക്റ്റ് ഇതിൽ കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾ ലെയറിൽ പോയിട്ട് എഫക്ട്സ് എടുക്കുക.
ഞാൻ ഈ ക്രോമാറ്റിക് ഗ്ലിച്ച് എന്ന് പറഞ്ഞത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി ഓൾറെഡി. അതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കീ നിൽക്കൊന്നും ആവശ്യമില്ല, കീ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ അതിന് ക്രോപ്പിൽ പോവാം, എന്നിട്ട് ക്രോപ്പ് യുവർ നെയിമിൻ്റെ അതാക്കി വെക്കുക. ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഈ എഫക്റ്റ് വേണ്ടാത്തവർ വേറെ കുറച്ച് എഫക്റ്റ് ഉണ്ട്. ഞാൻ ആ എഫക്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ ഒപ്പാസിറ്റി ഇച്ചിരി കുറക്കണം, ഇച്ചിരി കുറച്ചാൽ മതി. ആ ബ്ലാക്കിലൊന്ന് കാണണം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാ കണ്ടോ, ഇപ്പോൾ ഒരു ഗ്ലിച്ച് എഫക്റ്റ് വന്ന്. ഇനി നമുക്ക് നമ്മുടെ ലോഗോയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ സാധനം ഇതിൽ നമുക്ക് ചെറിയൊരു ആനിമേഷൻ ചെയ്യാനുണ്ട്. ഇന്ന ആനിമേഷനിൽ പോയിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇന്ന ആനിമേഷനിൽ പോയിട്ട് ഫെയ്ഡ് മതി, സ്ലൈഡ് റൈറ്റ്, ഇത് മതി, ഇത് മതിയാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ ചെയ്ത നമ്മുടെ എഫക്റ്റ്, സ്പ്ലിറ്റ് സ്ക്രീൻ എഫക്റ്റ് ഒന്ന് നമുക്ക് കൂട്ടാം. സ്പ്ലിറ്റ് സ്ക്രീൻ എഫക്റ്റിൻ്റെ ക്രോപ്പ് ഇച്ചിരി നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ വീണ്ടും ക്രോപ്പിൽ പോയിട്ട് നിങ്ങളുടെ ആ ലോഗോയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കാം. സീനാണ്. ഓക്കെ, ലെവലായിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. വാവ്, കൂൾ, നല്ല ഒരു ഇതാണ്. ഇറ്റ്സ് അമേസിങ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് നമ്മുടെ ചെറിയൊരു പണി കണ്ടല്ലേ, പൊള്ളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻട്രോയുടെ ഇത്. നമുക്കിനി സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിലൊക്കെ സേവ് ചെയ്യാം കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതലാണ് സേവ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ സേവ്, അപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡ്രസ്സൊന്ന് ജസ്റ്റ് മാറ്റിയായിരുന്നു. ആ ഡ്രസ്സ് കുറേ നാളെ ഇടാൻ തുടങ്ങി കഴുകാനിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇൻട്രോയുടെ വീഡിയോ. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇൻട്രോ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊന്നും പറയാനല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ലിൽ ഞെക്കിയേക്ക്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും ഡിസ്ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, ഈ വീഡിയോ ഒന്ന് കുറച്ച് ലെങ്ത്ത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാകണല്ലേ. അപ്പോൾ വേറൊന്നും പറയാനല്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് നല്ല വരുന്നതായിരിക്കും. നല്ല വീഡിയോ ആയിട്ട് സയാനം കൊണ്ടുവന്ന് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സുഹാൻ സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.